നമസ്കാരം. ഈ അടുത്ത കാലത്ത് മാത്രം BJPയിലേക്ക് വന്ന നേതാവാണ് ഷോൺ ജോർജ്. ചെറുപ്പത്തിൽ തന്നെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി. പൊതുവെ ഈ വൈസ് പ്രസിഡന്റ് പദവി പ്രായമായ പ്രമുഖർക്ക് നീക്കിവെച്ചിരിക്കുന്നതാണ്. ഒരുപക്ഷെ ഇത്രയേറെ ചെറുപ്പത്തിൽ വൈസ് പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യത്തെ നേതാവ് ഷോൺ ജോർജ് ആകും. കൃത്യമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിൽ നിലപാടെടുത്ത് ഫലം കാണുന്ന കാര്യത്തിൽ ഷോൺ ജോർജിനെ പോലും മിടുക്കനായ ഒരു നേതാവ് BJPയിൽ ഉണ്ടോ എന്ന് കണ്ടറിയണം. BJPയെയും ക്രൈസ്തവ ന്യൂനപക്ഷത്തെയും വിളക്കി ചേർക്കാൻ ഷോൺ ജോർജ് വഹിച്ച പങ്ക് ചില്ലറയല്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് FCRAയുടെ പേരിൽ BJPയെ താങ്ങാൻ സഭാ നേതൃത്വം രംഗത്ത് വന്നപ്പോൾ പറയേണ്ടത് പച്ചയ്ക്ക് പറയേണ്ടതുപോലെ പറയുകയും ചെയ്തു. കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് കേന്ദ്ര സർക്കാരുമായുള്ള ഒരു പാലമായി പ്രവർത്തിച്ചതും ഛത്തീസ്ഗഡിൽ ജയിലിലായ കന്യാസ്ത്രീകളെ പുറത്തിറക്കുന്നതടക്കമുള്ള നടപടികളിൽ നേതൃത്വം കൊടുത്തതുമൊക്കെ ഷോൺ ജോർജാണ്. മുനമ്പം വിഷയത്തിലും വഖഫ് ഭേദഗതി നിയമത്തിലും ഷോൺ ജോർജ് എടുത്ത ധീരമായ നിലപാട് ക്രൈസ്തവർക്കിടയിൽ ആത്മവിശ്വാസം പകർന്നുകൊടുത്തു. മുൻപത്തെ പ്രശ്നം പരിഹരിച്ച് മതിയാവൂ എന്ന വാശി ക്രൈസ്തവർക്കൊപ്പം ചേർന്ന് നിന്ന് നിലപാടെടുത്തത് ഷോൺ ജോർജ് ആയിരുന്നു. UDFും LDFും ഒരുപോലെ മുൻപത്തെ ജനത്തെ വഞ്ചിക്കാനിറങ്ങിയപ്പോൾ ഷോൺ ജോർജ് അവർക്കൊപ്പം കട്ടയ്ക്ക് നിന്നു. ഷോൺ ജോർജിൻ്റെ പോരാട്ടം കൂടിയാണ് വാസ്തവത്തിൽ വഖഫ് ഭേദഗതി നിയമം മുനമ്പത്തിന് അനുകൂലമായി മാറിയത്. എന്നാൽ ഭേദഗതി അംഗീകരിക്കാൻ UDFും LDFും ഒരുമിച്ച് വിസമ്മതിച്ചു. നിയമസഭയിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ അവർ പ്രമേയം പാസാക്കി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം മുൻപത്തെ ജനങ്ങൾക്ക് പണി കൊടുക്കാൻ ഇവർ ഒരുമിച്ച് നിന്നു. അതുകൊണ്ടാണ് പുതിയ വഖഫ് നിയമം പാസ്സായിട്ടും അത് വകവയ്ക്കാതെ കാലഹരണപ്പെട്ട വഖഫ് ബോർഡ് മുൻപത്തെ ഭൂമി വഖഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അതിനെതിരെ നിലപാടെടുക്കുകയും ആ പോർട്ടലിൽ നിന്നും അത് നീക്കം ചെയ്യുകയും ചെയ്യാൻ ഷോൺ ജോർജ് തന്നെയാണ് രംഗത്ത് വന്നത്. കഴിഞ്ഞ ഡിസംബറിൽ വഖഫ് നിയമം നിലവിൽ വന്നതിന് ശേഷം ആ നിയമമനുസരിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ട ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞുമാറി പിണറായി വിജയൻ വഖഫ് പുനഃസംഘടന സംഘടിപ്പിക്കുന്നു. 2 നോൺ മുസ്ലിമുകളല്ലാത്ത 2 പേർ വഖഫ് ബോർഡിൽ ഉണ്ടാവണം എന്ന നിയമം പുതിയ നിയമമാണ്. അത് നടപ്പിലാക്കാൻ വിസമ്മതിച്ചുകൊണ്ട് ആ തസ്തിക ഒഴിച്ചിട്ടുകൊണ്ടാണ് പിണറായി വിജയൻ പുതിയ വഖഫ് ബോർഡിന് രൂപം കൊടുത്തത്. ആ വഖഫ് ബോർഡാണ് നിയമവിരുദ്ധമായി മുൻപത്തെ ഭൂമി വഖഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. ഷോൺ ജോർജ് വെറുതെ ഇരുന്നില്ല. വഖഫ് നിയമം പുതുതായി നിലവിൽ വന്നതിന് ശേഷവും ആ നിയമത്തിന് വിരുദ്ധമായി വഖഫ് ബോർഡിന് രൂപം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ബോർഡ് നിയമവിരുദ്ധമാണ്, അവരെ പിരിച്ചുവിടണം, അവരുടെ നടപടികളെല്ലാം റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്നലെ ശ്രദ്ധേയമായ ഒരു വിധി പ്രഖ്യാപിക്കുന്നു. നിലവിലുള്ള നിയമമനുസരിച്ച് ഈ വഖഫ് ബോർഡിന് രൂപം കൊടുത്തിരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ ബോധ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വഖഫ് ബോർഡ് രൂപീകരിച്ചത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുന്നു. ഒരു തീരുമാനവും പുതിയ വഖഫ് ബോർഡ് എടുക്കരുത് എന്ന് ഹൈക്കോടതി വിധി പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നിയമവിരുദ്ധമായി തന്നെയാണ് ഈ വഖഫ് ബോർഡിന് രൂപം കൊടുത്തിരിക്കുന്നത് എന്ന് സംസ്ഥാന സർക്കാരും അംഗീകരിച്ചു എന്നതാണ്. LDFിൻ്റെയോ UDFിൻ്റെയോ നിലപാട് അങ്ങനെയായിരുന്നില്ല. വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞ LDF ആ നിയമ ഭേദഗതിക്കുള്ളിൽ നിന്നുകൊണ്ട് പുതിയ വഖഫ് ബോർഡിന് രൂപം കൊടുത്തു. 2 സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ട് ആ 2 സീറ്റുകൾ ഒഴിച്ചിട്ടത് നിയമവിരുദ്ധമാണ് എന്ന് ഷോൺ ജോർജ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് UDF സർക്കാർ അംഗീകരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയൻ നിയോഗിച്ച വഖഫ് ബോർഡിനെ പിരിച്ചുവിടുന്നതിന് വഴി തെളിഞ്ഞിരിക്കുന്നു. VD സതീശൻ പുതിയ വഖഫ് ബോർഡിന് രൂപം കൊടുക്കുമ്പോൾ പുതിയ കേന്ദ്ര നിയമം അനുസരിച്ച് മാത്രം നടപ്പിലാക്കേണ്ട സാഹചര്യമുണ്ടാവുന്നു. വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്ത LDFും UDFും വഖഫ് ഭേദഗതി നിയമത്തെ അംഗീകരിക്കുന്ന സാഹചര്യം രൂപപ്പെടുന്നു. എന്ന് വെച്ചാൽ PM ശ്രീ അടക്കം പല കാര്യങ്ങളിലും UDFും LDFും ഒക്കെ പറഞ്ഞ കാര്യങ്ങളല്ല അവർ ചെയ്തത്. അതുപോലെ തന്നെ വഖഫ് വിഷയത്തിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, ഭീതി സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞു. കാര്യത്തോടടുത്തപ്പോൾ ഇവർ എന്താണോ കേന്ദ്ര നിയമം അത് നടപ്പിലാക്കുന്നതർത്ഥം. പൗരത്വ ഭേദഗതി നിയമം അടക്കം ഇവിടെ വലിയ തോതിൽ ജനത്തെ ഭിന്നതയിലാക്കിയ, അതിനെതിരെ സംസാരിച്ച എന്നെപ്പോലുള്ളവരെ സംഘപ്പട്ടം ചാർത്തി വെറുപ്പിൻ്റെ വക്താക്കളാക്കിയ ഇതേ സർക്കാർ തന്നെ ഞങ്ങളൊക്കെ പറഞ്ഞത് ശരിവയ്ക്കുന്ന സാഹചര്യം രൂപപ്പെടുന്നു. എന്തായാലും LDFിനെയും UDFിനെയും ഒരുപോലെ വെട്ടിലാക്കി കേന്ദ്ര നിയമം നടപ്പിലാക്കാൻ വഴി വെട്ടിത്തെളിച്ചിരിക്കുകയാണ് ഷോൺ ജോർജ്. ഇതേക്കുറിച്ച് ഷോൺ ജോർജ് പറഞ്ഞതുകൂടി കേൾക്കുക. നമസ്കാരം. ഷോണെ, നമ്മുടെ ഇതിപ്പോ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്നല്ലോ, അതിന്റെ പ്രസക്തി എന്താണ് സംഭവിച്ചത്? ഷോൺ അതിന് എന്തിനാണ് പരാതി കൊടുത്തത്? എന്താണ് സംഭവിച്ചത്? കേന്ദ്ര വഖഫ് ഭേദഗതി നിയമത്തിന് വിരുദ്ധമായി ആണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുകയും പുതിയ മെമ്പർമാരെ വെക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഞാൻ സമർപ്പിച്ച ഹർജിയിൽ ഇന്ന്
കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഈ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും ബോർഡിന്റെ പ്രവർത്തനങ്ങൾ അടുത്ത അവധിക്ക് അടുത്ത ദിവസം വരെ ഹർജി പരിഗണിക്കുന്ന ദിവസം വരെ ബോർഡിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും മരവിപ്പിച്ചുകൊണ്ടും ബോർഡിന്റെ സാമ്പത്തിക ഇടപാടുകൾ മരവിപ്പിച്ചുകൊണ്ടും വഖഫ് ബോർഡിന്റെ ചുമതലയുള്ള ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് സെക്രട്ടറി ഈ ദിവസങ്ങളിൽ വഖഫ് ബോർഡിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഓർഡർ ഇറക്കിയിട്ടുള്ളത്. അതോടൊപ്പം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നിയമവിരുദ്ധമായിട്ടാണ് ബോർഡ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും വഖഫ് ഭേദഗതി നിയമം സെക്ഷൻ 14 അനുസരിച്ചുള്ള അമെന്റ്മെന്റ് വരുത്തിക്കൊണ്ട് ഈ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പുതിയ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നും സംസ്ഥാന സർക്കാർ ബോർഡ് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് സന്തോഷകരമായ ഒരു കാര്യം, ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഐക്യകണ്ഠേന നിയമം പാസാക്കിയ നിയമസഭയിലെ അംഗങ്ങൾ തന്നെ അതിൽ നേതൃത്വം കൊടുത്ത ആൾ മുഖ്യമന്ത്രി ആയിരിക്കെ ഇത് ഈ വഖഫ് ഭേദഗതി നിയമത്തിനനുസൃതമായി ഈ ബോർഡിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി അറിയിച്ചത് അങ്ങേറ്റം അഭിമാനകരമാണ്. കേന്ദ്ര നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ്. ഇതുവഴി മുനമ്പംകാർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ മുനമ്പം ഭൂമി വഖഫ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തത് അനധികൃതമായിട്ടാണ്. അത് വഖഫ് ബോർഡിന്റെ തീരുമാനപ്രകാരമായിരുന്നു. ആ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാൻ എടുക്കുന്ന തീരുമാനം ഈ കാലഘട്ടങ്ങളിൽ ഈ ബോർഡ് എടുത്ത എല്ലാ തീരുമാനങ്ങളും സ്വാഭാവികമായും അത് റദ്ദ് ചെയ്യപ്പെടും. അപ്പോൾ മുനമ്പം ഭൂമി അപ്ലോഡ് ചെയ്യാനുള്ള തീരുമാനവും റദ്ദ് ചെയ്യപ്പെടും. ഈ പുതിയ സർക്കാർ വരുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് ഒരു വഖഫ് ബോർഡിനെ പുനഃസംഘടിപ്പിച്ചതാണല്ലോ കഴിഞ്ഞ സർക്കാർ. അപ്പൊ അവരെ പിരിച്ചുവിടാനുള്ള സാധ്യതയും UDF സർക്കാരിന് പുതിയൊരു വഖഫ് ബോർഡ് രൂപീകരിക്കാനുള്ള സാധ്യതയും നിലവിൽ വരികയാണ് അല്ലെ? തീർച്ചയായും പുതിയ സർക്കാർ രൂപീകരിക്കാനും അതിനകത്ത് നോൺ മുസ്ലിം ആയിട്ടുള്ള അംഗങ്ങളെ ഉൾപ്പെടെ ആ ആക്ടിൽ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ആളുകളെ നിയമിച്ചാൽ മാത്രമേ അത് കോടതി ഇനി അംഗീകരിക്കും. അപ്പൊ ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇവര് ബഹളം വെച്ചൊന്നും കഥയൊന്നുമില്ല, ഇവര് അതിലേക്ക് മാറുവാണ്. അവരതിനെ അംഗീകരിച്ച് എല്ലാ കാര്യം അങ്ങനെയായിരുന്നല്ലോ. PMCയുടെ കാര്യത്തിലാണെങ്കിലും വഖഫ് ഭേദഗതി നിയമത്തിലാണെങ്കിലും എല്ലാ കാലത്തും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ശ്രമങ്ങൾക്കപ്പുറത്ത് ഇതൊന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് ഇവർക്കും ബോധ്യമുണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പം ഫലത്തിൽ വഖഫ് ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കുവാണ് 100%. ഓക്കെ. അപ്പൊ അതോടുകൂടി ഈ മറ്റൊരാളുടെ വഖഫ് ബോർഡ് ഒരാളുടെ ഭൂമി അവന്റെ സ്വന്തമാണെന്ന് തീരുമാനിച്ചാൽ ഏറ്റെടുക്കുന്ന പരിപാടി ഒന്നിനും നടക്കത്തില്ല കേരളത്തിൽ. അതല്ലെങ്കിലും നടക്കത്തില്ല. കാരണം വഖഫ് ഭേദഗതി നിയമം സെക്ഷൻ 40 എടുത്ത് കളഞ്ഞതോടുകൂടി അത് നടക്കത്തില്ല. ഇപ്പോൾ നിലവിൽ നടത്തിയിട്ടുള്ള എൻക്രോച്ച്മെന്റ് എല്ലാം കൃത്യമായി പിടിവീഴും. ഓക്കെ. അപ്പം ഇനിയിപ്പോ ഇതുവരെ എടുത്ത തീരുമാനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? ഇപ്പൊ ഈ പുതിയ വഖഫ് ബോർഡ് എടുത്ത ഡിസിഷൻസ് ഉണ്ടോ? അല്ല, ഈ ഫെബ്രുവരി മാസത്തിന് ഈ പുതിയ ബോർഡ് വന്നതിന് ശേഷമുള്ള എല്ലാ തീരുമാനങ്ങളും റദ്ദ് ചെയ്യപ്പെടും. അങ്ങനെ തീരുമാനത്തിലേക്ക് തന്നെ ഹൈക്കോടതി പോകുന്നതാണ് ഇന്നത്തെ കോടതിയുടെ ഇടപെടൽ കൊണ്ട് എനിക്ക് മനസ്സിലായത്. ഇനി അടുത്ത ദിവസത്തേക്ക് ഫൈനൽ ഹിയറിംഗിന് വെച്ചിരിക്കുകയാണ് അല്ലെ? അതെ, അടുത്ത ദിവസം. ഇപ്പൊ തൽക്കാലം സ്റ്റേ തീരുമാനങ്ങൾക്ക്. അതെ, ജോയിന്റ് സെക്രട്ടറിക്ക് ബോർഡിന്റെ ചുമതല, ധനകാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകളൊന്നും അതുപോലെ നയപരമായ തീരുമാനങ്ങളൊന്നും ബോർഡിന് കൈക്കൊള്ളാൻ കഴിയില്ല. ശരി, താങ്ക് യു.